അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആദ്യമായി അതാ ഹബീബ് ഉസ്താദ് പതുക്കെ ആയിഷയുടെ ആ റൂമിലേക്ക് കയറുന്നു. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് ഒന്ന് പോയി അതെ തിരിച്ചു വന്നു. വാതിൽ തുറന്നുകൊണ്ട് ഹബീ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കയറി വന്നപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ തലയിലെ തട്ടം നേരെയാക്കി എണീറ്റുകൊണ്ട് പറഞ്ഞു, വാലേക്കും അസ്സലാം. ആ, എന്താ അബി, നിനക്കൊരു പരുങ്ങല്? ഏയ് ഒന്നുമില്ല. എന്തൊക്കെയായിരുന്നു ആങ്ങളും പെങ്ങളും കൂടെ ഇവിടെ കാട്ടിക്കൂട്ടിരുന്നത്? ഇപ്പോൾ ആ പെണ്ണേ അല്ലല്ലോ നീ, ശരിക്കും ഒരു പച്ചപ്പാവമായി മാറിയല്ലോ ഐഷു. ഇതെന്തു പറ്റി? എന്നെ കാണാതിരിക്കുമ്പോഴാണല്ലേ ഭയങ്കര ആക്റ്റീവ്. ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ ശരിക്കൊരു പൂച്ചക്കുട്ടിയെ പോലെ അങ്ങ് ഒതുങ്ങിയല്ലോ. അവൾ പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. അല്ല, ചായ കുടിച്ചോ ഐഷു? ഞാൻ കുടിച്ചിറങ്ങിയതാണ്. ഓ, അല്ല, എന്തു പറ്റി? നിൻ്റെ മുഖത്തിനെന്താ ഒരു വാട്ടം? കടന്നൽ കുത്തിയ പോലെ ഉണ്ടല്ലോ. എന്താ ഞാൻ വന്നത് പറ്റിയില്ലേ? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ലേ? പിന്നെന്തിങ്ങനെ? അബി അതാ അവളുടെ അരികിലേക്ക് നടന്നെടുക്കുന്നു. എന്നാൽ ഹബി ഉസ്താദ് തൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ആയിഷ പിറകോട്ടും നടക്കുന്നു. എന്താ പെണ്ണേ, എന്നെ ഭയമാണോ? അവസാനം അവൾ ചുമരിൽ തട്ടി നിന്നു. ഹബി അടുത്തേക്ക് എത്തുന്നതിനനുസരിച്ച് അവളുടെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. ആയിഷോ, അവൾ തൻ്റെ മുഖം പൊത്തി. എന്താ ആയിഷു? ആയിഷുവിൻ്റെ വിറക്കൽ കൂടിക്കൂടി വന്നു. എന്തപ്പോ അതിന് മാത്രം ഞാൻ അടുത്തേക്ക് വരുന്നത്? എന്താ ഭയമാണോ? ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ആയിഷു മൗനമായി നിന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഉസ്താദ് അവളെ നെഞ്ചോട് ചേർത്ത് അവളുടെ കാതോരം മെല്ലെ ഒന്ന് പറഞ്ഞു, ഹബി. അവളുടെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി കൂടുന്നുണ്ടായിരുന്നു. ഐഷു, എനിക്ക് ഒന്നും തരാനില്ലേ? ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ട് അവൾ ഒരു നിമിഷം തല അനക്കി ഇല്ലെന്ന് കാണിച്ചു. അതെന്തടി ഇല്ലാത്തത്? ഐഷുവിൻ്റെ കാതോരം ചേർന്ന് ഹബി ചോദിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് ഹബി ഐഷുവിൻ്റെ ചെവിയുടെ അരികിൽ വന്ന് എന്തോ പറയുവാൻ വേണ്ടി നിന്നപ്പോഴേക്കും അവളൊന്ന് ഞെട്ടിപ്പിടഞ്ഞു. അല്ലോ, എനിക്ക് പേടിയാണ്. എന്തിന്? ഞാൻ നിന്നൊന്നും ചെയ്തില്ലല്ലോ. എന്താ നിന്നോടൊന്നും പറയാനും വയ്യേ? അവൾ വിറക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖം ഉയർത്തിപ്പിടിച്ചു അവൻ്റെ മുഖത്തോടടുപ്പിച്ചു. ആയിഷു നാണം വന്നിട്ട് അവളുടെ തല താഴ്ത്തി. എത്ര സുന്ദരിയാണ് പെണ്ണെ നീയേ, എന്ത് നിൻ്റെ മുഖത്ത് നോക്കാത്തത് നീ? അവർ അവരുടെ സ്വപ്നലോകത്തേക്ക് യാത്രയായി. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോറിന് ഒരു മുട്ട് കേട്ടാണ് ഇരുവർക്കും ബോധം വരുന്നത്. ഹബിയുടെ നെഞ്ചിൽ തല ചായ്ച്ചു കിടന്നിരുന്ന അവൾ പെട്ടെന്ന് പിടഞ്ഞെണീറ്റു. ഇത് കണ്ട് ഹബി ഒന്ന് പുഞ്ചിരിച്ചു. വീണ്ടും മുട്ട്. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും അല്പം മാറിയിരുന്നു. ഹബി ചെന്ന് ഡോർ തുറന്നപ്പോൾ ആശയായിരുന്നു. എന്താണ് അളിയ? ഹബി ചോദിക്കുന്നു. എന്താണ് അളിയ, ഫോണൊക്കെ അവിടെ വെച്ചിട്ടാണോ താഴത്ത് വെച്ചിട്ടാണോ പോയത്? ഒരുപാട് സമയമായി കോളിങ്ങനെ വരുന്നു. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ട് അവിടെ തന്നെ വെച്ചതാണ്. പക്ഷേ വീണ്ടും ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ ഉമ്മി എന്ന് കണ്ടപ്പോൾ ഉമ്മമാരും എന്നെ അത്യാവശ്യത്തിന് വിളിക്കുമ്പോൾ എടുക്കാതിരുന്നാൽ ബേജാറാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ ഫോണും കൊണ്ട് ഇങ്ങോട്ട് പോന്നതാണ്. ഓ, ഞാൻ ശരിക്കും ഒന്ന് ഭയന്നു. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഫോണൊക്കെ റൂമിലേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നോണ്ടി, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടെ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവേണ്ടി വരും. ആഷിക്ക് ചിരിച്ചുകൊണ്ടത് പറഞ്ഞു. അത് കേട്ട് ഹബി ഒന്ന് നാണത്തോടെ പുഞ്ചിരിച്ചു. എൻ്റെ അളിയാ, ഇത്രയൊന്നും വേണ്ടില്ലായിരുന്നു കേട്ടോ. അല്ലേ, ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഫോണൊക്കെ മണവാട്ടിയെ കാണുവാനുള്ള ധൃതിയിൽ ഫോണൊക്കെ താഴെ ഇട്ട് ഓടിക്കണ്. ഫോൺ നോക്കിയപ്പോൾ അത് കണ്ടു ഉമ്മി. അല്ലാ, ഉമ്മയാണല്ലോ. വേഗം തന്നെ അതാ അവൻ തിരിച്ചു വിളിക്കുന്നു. ആ മോനെ,
അവിടെ എത്തിയോ? ഉമ്മ ചോദിക്കുന്നു. ഉമ്മ എത്തി. എന്നിട്ട് എൻ്റെ കുട്ടിയുടെ? ഇവിടെ ഉണ്ടുമ്മ. ഐഷയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉസ്താദ് ഒരാംഗ്യ ഭാഷയിൽ പറഞ്ഞു. എന്നാ ഒന്ന് കൊടുക്കും മോനെ? ഉമ്മ ചോദിക്കുന്നു. ആയിഷുവിൻ്റെ നേരെ ഉസ്താദ് ഫോൺ നീട്ടി. ഇതാ ഉമ്മയാണ്. അവൾ ഫോൺ വാങ്ങി കുറച്ചു നേരം സംസാരിച്ചു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോളെ എന്തൊക്കെയുണ്ട്? മോളെ അങ്ങോട്ട് കൊണ്ടുവരാനാണ് പൂതി. ഇനിയിപ്പോൾ നിക്കാഹ് അല്ലേ കഴിഞ്ഞത്, കല്യാണം കഴിഞ്ഞിട്ടായ പിന്നെ എല്ലാവരും വിളിക്കലൊക്കെ ആക്കിയാൽ പിന്നെ നമുക്ക് സമാധാനത്തോടെ കൊണ്ടുവരാലോ. ഇൻഷാ അല്ലാ വൈകാത്തന്നെ നമുക്ക് കൂട്ടിക്കൊണ്ടരലൊക്കെ ഉണ്ടാക്കണം കേട്ടോ. മോൾക്ക് സുഖല്ലേ? ആ ഉമ്മ സുഖമാണ്. ആയിക്കോട്ടെ. മോളിപ്പോൾ നിക്കാഹ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കാണാൻ വല്ലാതെ പൂതി തോന്നുകയാണ്, അതാണ് മോളെ വിളിച്ചത്. അവർ രണ്ടുപേരും കുറച്ചു നേരം സംസാരിച്ചു. പിന്നെ അതാ അവൻക്ക് ഫോൺ കൊടുക്കുന്നു. ഇതയക്കാം. എന്നാ മോനെ ഞാൻ വെക്കണം കേട്ടോ, അധികം വൈകാനം നിൽക്കണ്ട, വേഗം അങ്ങോട്ട് പോന്നോണ്ടി. ആ ഉമ്മ. അവർ സലാം ചൊല്ലി ഫോൺ വെച്ചു. അങ്ങനെ കുറച്ചു നേരം ആയിഷയും ഹബിയും സംസാരിച്ചിരുന്നു. ഹബി ആയിഷുവിന് ഒരു ഫോൺ കൊടുത്തു. അതെ, പിന്നെ ഒരു കാര്യം, ഫോണ് ഞാൻ നേരത്തെ തന്നിട്ടില്ല, പിന്നെ വന്നിട്ട് തരാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ നിക്കാഹ് കഴിയുമ്പോൾ ആ കൂട്ടത്തിലൊരു ഐഫോണും എല്ലാം അത് ഉള്ളതാണല്ലോ, ഞാൻ കരുതി പിന്നെ ആക്കാമെന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, ഫോണ് കിട്ടിയെന്ന് കരുതിയിട്ടേ ഇതിൽമേൽ ഇങ്ങനെ കുത്തിയിരുന്നാൽ ഞാൻ ഇതും കൊണ്ട് അങ്ങോട്ട് പോകും കേട്ടോ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞേക്കാം, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം. എന്താ ഹബി? ആയിഷു ഒന്ന് മൂളിക്കൊടുത്തു. അവൾക്ക് സത്യം പറഞ്ഞാൽ അത് പറഞ്ഞപ്പോൾ കുറച്ച് ദേഷ്യമാണ് വന്നത്. പിന്നെയും അവളുടെ അരികിലേക്ക് അതാ എത്തിയിട്ട് അബി പറയുകയാണ്. ആയിഷു പെണ്ണെ ഞാൻ പോട്ടെ. ഉമ്മ വിളിച്ചത് കണ്ടില്ലേ, പോട്ടെ കേട്ടോ, ഇൻഷാ അല്ലാ ഇനിയും വരാം. അവളെ നെഞ്ചോട് ചേർത്ത് അവളുടെ നെറ്റിയിൽ ചുംബനങ്ങൾ അർപ്പിച്ചു. ആയിഷു പതുക്കെ ഒന്ന് തലയാട്ടി. അയ്യേ, ഇതെന്താ കറിയാണോ? അത് സാരല്ല. അങ്ങനെ അതാ അവളുടെ നെറ്റിയിൽ ഒരു ചുംബനവും കൊടുത്ത് ഹബി പോകുവാനിറങ്ങി. പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ ഒരു ഞെട്ടലിലായിരുന്നു ഐഷു. അത് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടേയില്ല ഇങ്ങനെയൊരു ഹബിയുടെ വരവ്. ഹബി പോയതിനു ശേഷം ആയിഷു റൂമിലേക്ക് പോകുവാൻ നിൽക്കുമ്പോഴായിരുന്നു പിന്നെയും ചൊറിയാൻ ആശി വന്നത്. അത് കണ്ടപ്പോൾ അവളൊന്ന് ചിരിച്ചു കൊടുത്തു. എന്താ അവളുടെ ചിരി! പോയില്ലേ, അളിയൻ പോയില്ലേ? എന്നിട്ട് റൂമിലേക്ക് വിട്ടു. എന്താപ്പോ, ഒന്നും എന്നോട് പറയാനൊന്നുമില്ലേ? മറ്റേത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയലാണല്ലോ, ഇതിപ്പോ എന്ത് ജീവിയ റബ്ബേ, ഒന്നും മിണ്ടാതെ. ആശി പോകുന്നത് നോക്കിയൊന്നു ആശി. അതെ, അവൾക്ക് എപ്പോഴും തന്നോട് തിരക്ക് കൂടുന്ന ആശുവിനെയായിരുന്നു ഇഷ്ടം. ആങ്ങള പെങ്ങൾ ബന്ധം അതങ്ങനെയാണ് രസം. പക്ഷേ നിക്കാഹ് കഴിഞ്ഞ് ഹബി അവളുടെ അരികിൽ വന്നു പോയതിനു ശേഷം അവൾ എന്നോട് പഴയ പോലെ മിണ്ടുന്നില്ലല്ലോ റബ്ബേ. അവൾ കുറച്ച് സമയം റൂമിൽ ചെന്ന് പോയി ഫോൺ നോക്കി അങ്ങനെ കിടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് രാവിലെ തന്നെ പതിവ് പോലെ തന്നെ ആയിഷു അതാ ഫ്രഷായി എഴുന്നേറ്റ് കോളേജിൽ പോകുവാൻ റെഡിയായി. അന്നേരമാണ് ആഷി ഓളെ ഓരോന്ന് പറഞ്ഞ് ചൊറിയാൻ തുടങ്ങിയത്. എന്താ ആഷിക്ക, രാവിലെ തന്നെ വെറുപ്പിക്കാൻ തുടങ്ങിയോ? ഓഹോ, അനക്കിപ്പോൾ നമ്മളൊക്കെ വെറുപ്പിക്കുന്നവനായില്ലേ? അത് സാരല്ല കേട്ടോ, ഐഷു വിഷമായി. സത്യം പറഞ്ഞാൽ ആഷിയുടെ മുഖം വല്ലാതായിരിക്കുന്നു. അതെ, പഴയ ചിരികളികൾക്കൊന്നും അവളെ കിട്ടുന്നില്ല എന്നുള്ളത് അവന് മനസ്സിലായി. പെട്ടെന്ന് ആയിഷു പറഞ്ഞു, ഓ ഇനി സാടാ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ, വിഷമിക്കണ്ട. എന്നാലും എന്നോട് അങ്ങനെയൊക്കെ നീ പറയല്ലോ, ഞാനാണ് മോളെ ഈ ഒരു കല്യാണത്തിന് നേതൃത്വം നൽകിയത്. അത് നീ എന്ന് വിചാരിച്ച് അല്ല, നീ നമ്മോട് പഴയ കളിയും ചിരിയും തമാശ ഇല്ലഞ്ഞാലേ ഞാൻ സങ്കടപ്പെടും കേട്ടോ. ഇല്ലേക്കാ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അങ്ങനെ തല്ലൊക്കെ അന്നും ചെറിയ മട്ടത്തിൽ രണ്ടുപേരും കഴിഞ്ഞു. രണ്ടുപേരും താഴേക്ക് പോയി. പിന്നെ ചായയൊക്കെ കുടിച്ച് കോളേജിൽ പോകുവാൻ റെഡിയായി നിൽക്കുകയാണ്. പോകുന്ന സമയത്തും ഓരോ വാക്ക് തർക്കങ്ങൾ, തമാശയിലാണെങ്കിലും.
എൻ്റെ പൊന്നാരെൻ്റെ ആശിയെ, ആ പെണ്ണിനെ എഞ്ഞെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടെ? എനിക്ക് ഏത് സമയവും ഓളെങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കണം. ഓൾക്കാണെങ്കിൽ മൂക്കത്താണ് ശുണ്ടി. ഉമ്മ ഓളെ മൂക്കത്ത് ശുണ്ടി ഞാൻ മാറ്റൂട്ടോ. അത് അത്ര പാടില്ല, ഇന്ന് കുറച്ച് കുറഞ്ഞിരിക്കണം ശുണ്ടി. അത് കിട്ടേണ്ട പോലെ കയ്യിലുണ്ട്, കിട്ടിക്കഴിഞ്ഞാൽ ശുണ്ടിയൊക്കെ തന്നെത്താലുണ്ട് കുറയും. ഏതായാലും ഹബി ഉസ്താദിനെ ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത്, വേറെ ആരുമല്ല. അപ്പോൾ ഓൾക്കനുസരിച്ച് ഒരാളെ തന്നെയാണ് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത്. അങ്ങനെ അവർ കോളേജിലെത്തി. ആശി ഓഫീസിലേക്കും ആയുഷു ക്ലാസ്സിലേക്കും പോയി. ക്ലാസ്സിലെത്തിയപ്പോൾ തന്നെ കാണുന്നത് മുഖം ഡെസ്കിലേക്ക് വെച്ച് ഇരിക്കുന്ന ഷംനൂനെയാണ്. ഒരു നിമിഷം അവൾ ഷംനയെ വിളിച്ചു. എന്ത് പെണ്ണെ മുഖം ഒരു കൊട്ടക്കുണ്ടല്ലോ, എന്ത് പ്രശ്നം? ഷംന പറഞ്ഞ് അവളൊന്ന് മൂളിയെന്നല്ലാതെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. എൻ്റെ റബ്ബേ, ഈ കാര്യം എന്താ വെച്ചാൽ തുറന്ന് പറയണേ. എന്താന്നില്ലേ? അങ്ങനെ ആയുഷ് ചൂടായപ്പോൾ പെണ്ണ് എല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞതാവോ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ തുടങ്ങി. രണ്ടുപേരും നല്ല കുട്ടികളായി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഇൻ്റർവെൽ അടിച്ചത് കേട്ടതും രണ്ടും പുറത്തേക്ക് ഒറ്റ ഓട്ടമായിരുന്നു. ക്യാൻറ്റീൻ ലക്ഷ്യമാക്കിക്കൊണ്ട് ആയുഷും ഷംനയും ഓടുകയാണ്. കണ്ണും മൂക്കുമില്ലാത്ത ഓട്ടം. പെട്ടെന്ന് ആയുഷു എവിടെയോ ചെന്നങ്ങ് ഇടിച്ചു. അതെ, ഒരാളുമായി കൂട്ടിയെടുക്കുകയാണ്. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. അല്ലാ സോറി എന്ന് പറഞ്ഞ് അവൾ മുകളിലേക്ക് നോക്കിയതും അത് വേറെ ആരും അല്ലായിരുന്നു, ഐഷുവിൻ്റെ ചെക്കൻ തന്നെ, ഹബീബ് ഉസ്താദ്. ഒരു നിമിഷം എന്താ പെണ്ണെ, ഒന്ന് പതുക്കെ ഓട്, എങ്ങോട്ടപ്പോൾ എത്ര ധൃതിയിൽ ഓടുന്നത്? ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പഠിച്ചോനെ പെട്ടല്ലോ, ഞാൻ ഹബീഖാനാണ് കൂട്ടിമുട്ടിയത്, എപ്പോഴുണ്ടല്ലോ ഇത്. എന്നാൽ ആയുഷു ചുമ്മാന്ന് തല ഉയർത്തി നോക്കിയതും ആയുഷുവിനെ തന്നെ നോക്കി നിൽക്കുന്ന ഹബിയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്താതെ ഒരു കിളി പോയ പരുവത്തിലാണ് നോക്കുന്നത്. അതെ, ഒന്നും ചിന്തിക്കാതെ കണ്ണും അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ക്യാൻറ്റീനിലെത്തിയ മിക്ക കുട്ടികളും ആ ഒരു കാഴ്ച കണ്ട് നോക്കി നിന്നു. ഹബീബ് ഉസ്താദിനെ കൂട്ടിമുട്ടാനും വേണം ഒരു ഭാഗ്യം, അതിൽ മറ്റു കുട്ടികൾ പറഞ്ഞു. എന്നാൽ ഒരാൾ പറയുന്നത് കേട്ടു. അതെ, അവളെ നിക്കാഹ് ചെയ്ത ആളാണ് ഹബീബ് ഉസ്താദ്. ഒരു നിമിഷം കേട്ട പെൺകുട്ടികളെല്ലാം ഞെട്ടിപ്പോയി. എന്ത്? സത്യം പറ, അതെപ്പോ? അതൊക്കെ അതിനിടയിലൂടെ കഴിഞ്ഞേക്കണ്. നമ്മളൊക്കെ എത്ര സ്വപ്നം കണ്ടതാ ഹബീബ് ഉസ്താദിനെ കുറിച്ച്. ഓളങ്ങ് തട്ടിയെടുത്തു അല്ലേ ആ സുന്ദര കില്ലാടിയെ. എങ്ങനെ അറിയില്ല, എന്തൊക്കെ തന്നെയാലും ഓളെ ഭർത്താവാണ് ഇന്ന് ഓന്. എല്ലാ പെൺകുട്ടികൾക്കും ഐഷയോട് വല്ലാത്ത അസൂയായി മാറി. അത്രക്കും സുന്ദരനായ ആ നല്ലൊരു ഉസ്താദിനെ കിട്ടിയിരിക്കുന്നു. നമ്മളൊക്കെ വെറുതെ പൊട്ടന്മാരായി നോക്കി നിന്നു. അവൾക്ക് എങ്ങനെ എന്ത് ഭാഗ്യമാണ് അവൾ ചെയ്തത് അറിയില്ല. നല്ലൊരു ലക്കി പെണ്ണ് തന്നെയായി അവള്. അത്രക്കും സുന്ദരനായ ഉസ്താദിനെ കിട്ടിയില്ലേ. അവളുടെ ജീവിതം ഇനി നല്ല അടിപൊളിയായിരിക്കും. പക്ഷേ പല പെൺകുട്ടികൾക്കും അത് ഇഷ്ടമുണ്ടായിരുന്നില്ല. ആയിഷ എന്താ അവളുടെ ഒരു ഗമ. അവളുടെ വിചാരം യൂസഫ് നബിയെ കിട്ടിയൊരു പ്രതീതിയാണ് അവൾക്ക്. എന്താന്നില്ലേ, പലർക്കും അസൂയയായിരുന്നു ആയിഷയും ഹബീബ് ഉസ്താദും ഒരുമിച്ചതിൽ. എന്നാൽ പല പെൺകുട്ടികളും ഹബീബ് ഉസ്താദിനെ കാണുമ്പോൾ വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ആവശ്യമില്ലാതെ എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടും പുസ്തകങ്ങളിലെ കാര്യങ്ങൾ വീണ്ടും റിവ്യൂ ചെയ്യുവാൻ പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് അവരെല്ലാവരും എത്തുമായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും അതെ, അദ്ദേഹത്തിനെ ഒന്ന് പാട്ടിലാക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ.